ഭരത് ശ്രീ മോഹൻലാലിലൂടെ വാനോളമാണ് മലയാളം ഉയർന്നത്. അതുകൊണ്ടാണ് സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനോട് കേരളം ഒന്നടങ്കം ലാൽ സലാം എന്ന് പറയുന്നത്. ഈ പന്തലിൽ തടിച്ചുകൂടിയ ഈ പരിപാടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കാണുന്ന പതിനായിരങ്ങൾ ഒന്നടങ്കം അതുകൊണ്ട് ആവർത്തിക്കുന്നു ലാൽ സലാം മോഹൻലാൽ. ശ്രീ മോഹൻലാലിനെ ആദരിക്കുന്നതിലൂടെ ആദരിക്കപ്പെടേണ്ട, അംഗീകരിക്കപ്പെടേണ്ട എല്ലാവരെയും സർക്കാർ ചേർത്തുപിടിക്കുമെന്ന സന്ദേശമാണ് നൽകുന്നത്. ഫാൽക്കെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് സിനിമ തന്റെ ആത്മസ്പന്ദനമാണെന്ന്. അതുതന്നെയാണ് സർക്കാരും മലയാളികളും ഒരുപോലെ ആവർത്തിക്കുന്നത്. മലയാളത്തിന്റെ ആത്മസ്പന്ദനമാണ് ശ്രീ മോഹൻലാൽ. ഒരാഴ്ച കൊണ്ടാണ് ഇത്ര വലിയൊരു സംഗമം സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയും നിർദ്ദേശവും എന്റെ സഹപ്രവർത്തകരായ മന്ത്രിസഭാംഗങ്ങളുടെ പിന്തുണയും സാംസ്കാരിക വകുപ്പിന് നടന്ന അക്ഷീണ പ്രയത്നവുമാണ് ഈ ചടങ്ങ് വൻ വിജയമാക്കിയത്. കലാപ്രവർത്തകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഗവൺമെന്റും സാംസ്കാരിക വകുപ്പും കൈക്കൊള്ളുന്ന നിരവധിയായ പദ്ധതികളുണ്ട്. അറിയപ്പെടാത്ത പ്രാദേശിക തലത്തിലുള്ള സാധാരണ കലാപ്രവർത്തകർ മുതൽ ഫാൽക്കെ അവാർഡ് ജേതാവ് വരെയുള്ളവർക്കൊപ്പം സർക്കാരും സാംസ്കാരിക വകുപ്പ് ഉണ്ടെന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ചടങ്ങ്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പ് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ 10,000-കണക്കിന് ജനസഞ്ചയവും ഈ മികച്ച സംഘാടനവും. അതുല്യ കലാകാരനായ ശ്രീ മോഹൻലാലിന്റെ അഭിനയ വൈഭവത്തെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. ലാലിനെ പോലെ മലയാളികളുടെ മറ്റൊരു അഭിമാനമായ ശ്രീ MD വാസുദേവൻ നായർ ഈ അഭിനയ മാതൃകയെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. ഒരു വശത്ത് അതിതീഷ്ണമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ്, മറുവശത്ത് വളരെ ലോലഭാവമുള്ള നർമ്മബോധമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു. പത്മഭൂഷൺ, പത്മശ്രീ, മികച്ച നടനുള്ള 2 ദേശീയ അവാർഡുകൾ, 6 സംസ്ഥാന അവാർഡുകൾ എന്നിവ ഈ അഭിനയസിദ്ധിയെ ഇതിനോടകം ലഭിച്ച അംഗീകാരങ്ങളാണ്. മാസങ്ങൾക്ക് മുമ്പ് എന്റെ മണ്ഡലമായ ചെങ്ങന്നൂരിലെ സരസ് മേളയിൽ ശ്രീ മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നു. അന്ന് സാംസ്കാരിക വകുപ്പിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ പ്രിയപ്പെട്ട ലാലുമായി ഒരു അഭിമുഖം നടത്തിയുണ്ടായി. ഓരോ ചോദ്യവും അതിനുള്ള മറുപടിയും തന്റെ അഭിനയ ശൈലിയെ ലാൽ എങ്ങനെ സ്വയം വിലയിരുത്തുന്നെന്ന് വ്യക്തമാക്കി. ജീവിതത്തിൽ ചോദിച്ച ചോദ്യം, താങ്കൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുവാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു മോഹൻലാൽ, ഇതെങ്ങനെ കഴിയുന്നു എന്നായിരുന്നു ചോദ്യം. ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു കഥാപാത്രമാവുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തെ മോഹൻലാൽ സർഗാത്മകത, ദൈവികത എന്നീ 2 വാക്കുകൾ കൊണ്ടാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഒപ്പം ഒരു വാക്കുകൂടി പറഞ്ഞു, ഡിസപ്പിയറിംഗ് ആക്ടിംഗ് സ്റ്റൈൽ. വ്യക്തി അപ്രത്യക്ഷനാകുകയും കഥാപാത്രം പ്രത്യക്ഷനാകുകയും ചെയ്യുന്ന അഭിനയ ശൈലി. ഇതിൽ പരം മറ്റൊരു വിശകലനം ആവശ്യമില്ല. ഈ അഭിനയ മാതൃക വരും തലമുറക്ക് പ്രചോദനമാണ്. ഈ ശൈലി തലമുറകൾ പഠനവിധേയമാക്കും. പുരസ്കാരങ്ങൾക്കൊപ്പം ജനഹൃദയങ്ങളിൽ ഒരാൾ നേടുന്ന സ്ഥാനമാണ് ചരിത്രത്തിൽ അവശേഷിക്കുക. കലാകാരന്മാർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം ജനഹൃദയങ്ങളിലെ സ്ഥാനമാണ് പ്രധാനം. ശ്രീ മോഹൻലാലിന്റെ കാര്യത്തിൽ ഇവിടെ ഇരമ്പുന്ന ജനസാഗരമാണ് സാക്ഷി. ആ ജനഹൃദയത്തിലാണ് ലാൽ. അവരുടെ ശബ്ദത്തിൽ ഇടകലർന്നുകൊണ്ട് ഞാനും പറയുന്നു വീണ്ടും ലാൽ സലാം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യായ തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി, കഴിഞ്ഞ 6 ദിവസമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് സമയം ലഭിച്ചത്. ഈ 6 ദിവസവും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം നിന്ന് കൈയും മെയ്യും മറന്ന് ഞങ്ങളുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആരാധ്യനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയെ ആദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇച്ഛാശക്തി കൊണ്ട് കേരളത്തെ മാറ്റിമറിച്ച ഈ പരിപാടി ഇങ്ങനെ നടത്തണമെന്നതിനെപ്പറ്റി ആശയവിനിമയം നടത്തിയ പ്രിയപ്പെട്ട മോഹൻലാലിനെ ക്ഷണിച്ച് കേരളത്തിന്റെ ആദരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ച ഈ പരിപാടിയുടെ ഓരോ നടത്തിപ്പിനും സംഘാടകനായി, നേതാവായി, എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ സഹായിയായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ആത്മവിശ്വാസമാണ് ഈ 6 ദിവസം കൊണ്ട് ഇത്ര വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ധൈര്യം വന്നത്. അത്രമാത്രം കേരളത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിനെയും സിനിമാ മേഖലയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ് ഇവിടെ ഈ ആദരവ് നൽകുന്നത്. പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയൻ അവറുകളെ ഞാൻ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവും ഈ നാടിന്റെ അഭിമാനവും മലയാളത്തിന്റെ എന്താ പറയുക
ഈ ലോക മലയാളികളുടെ മുമ്പിൽ വാനോളം മലയാളത്തെ എത്തിച്ച മഹാനടൻ ശ്രീ മോഹൻലാലിനെ ഞാൻ ആദരപൂർവ്വം ഈ നാടിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, പ്രിയങ്കരനായ ശ്രീ ആന്റണി രാജു MLA, ആദ്യമായി കേരളത്തേക്ക് ഫാൽക്കെ പുരസ്കാരം എത്തിച്ച മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, മലയാള സിനിമയുടെ അഭിമാനമായ ശ്രീ ജോഷി സാറ്, മോഹൻലാലിനോടൊപ്പം സിനിമാ രംഗത്ത് തിളങ്ങിയ ശ്രീമതി അംബിക, ശ്രീമതി രഞ്ജിനി, കുമാരി മാളവിക മോഹനൻ, തിരുവനന്തപുരം നഗരസഭയുടെ പ്രിയപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, MP ശ്രീ A റഹീം, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ D സുരേഷ് കുമാർ, സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ IAS, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക സമിതി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ K മധുവാൽ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ K മധു, മാനേജിംഗ് ഡയറക്ടർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ശ്രീ പ്രിയദർശൻ, കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ C അജോയ് എന്നിവരെയെല്ലാം ഞാൻ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മുൻവശത്തിരിക്കുന്ന എല്ലാം കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. പക്ഷെ ഒരാളിനെ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗതം അവസാനിപ്പിക്കുകയാണ്. മലയാളത്തെ ലോകോത്തര തലത്തിലെത്തിച്ച ഹാസ്യ ലോകത്തിന്റെ എന്താ പറയുക അഭിമാനമായ നമ്മുടെ എല്ലാം അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ശ്രീകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി ഈ നാടിനു വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികളെയും സഹോദരി സഹോദരന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ.